നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട് കൽപ്പറ്റ NMSM കോളേജിലാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികളോട് അവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇത്തവണ LDFO UDFO എന്താണ്? 10 വർഷക്കാലം പിണറായി വിജയൻ ഗവൺമെൻറ് ഇവിടെ ഭരിക്കുകയാണ്. ആ ഭരണവിരുദ്ധ വികാരം കൃത്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്തുടനീളം ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് യുവാക്കളും എല്ലാവരും ഒരു ഭരണമാറ്റത്തിനെ ആഗ്രഹിക്കുന്നുണ്ട്. പലതരത്തിൽ മാറി മറിയുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിലെ ആ ഒരു സ്ഥാനാർത്ഥികളിലുള്ള പ്രശ്നമൊക്കെ വ്യക്തിപരമായിട്ട് നിരാശ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. എനിക്ക് പ്രത്യേകിച്ച് ആര് വന്നാലും എനിക്ക് വലിയ ഇതില്ല. എനിക്ക് വോട്ടില്ല ചേട്ടാ, അതുകൊണ്ട് എനിക്ക് ആര് വന്നാലും വലിയ കാര്യമില്ല. സ്ത്രീ പ്രാതിനിധ്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷന്. നമ്മുടെ പൊളിറ്റിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അധിക പേരും യുവ നേതാക്കന്മാരായിട്ട് കുറച്ച് ഭൂരിപക്ഷമാണ് ഉള്ളത്. അപ്പോൾ ഈ യുവ നേതാക്കളാകുമ്പോൾ കൂടുതലായിട്ടും ഈ ജെൻസിയോടായിട്ട് അടുത്തിടപഴകാനും അവരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഒരു മറ്റുള്ളവരെ നേതാക്കളെയും കാട്ടും കൂടുതൽ ആർജവത്തോടെ പ്രവർത്തിക്കാനായിട്ട് യുവ നേതാക്കൾക്ക് പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഇലക്ഷനിലെ മാസ് ഹീറോ ആയിരിക്കും ഇപ്പോൾ നമ്മളെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെ ആയിരിക്കും. VD സതീശനോ? മറ്റ് 10 ഏതായാലും തല്ലായതുകൊണ്ട് 5 ഹീറോമാരും 10 ഹീറോമാരൊക്കെ എന്തായാലും ഉള്ളതുകൊണ്ട് എന്തായാലും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ തല്ലാണല്ലോ. CPM പ്രതിപക്ഷത്ത് ഉഷാറാണ്. പക്ഷെ തുടർഭരണത്തിൽ CPM വരുമ്പോൾ ആദ്യത്തെ 5 വർഷം അടിപൊളിയായിരുന്നു. കൊറോണ ആയാലും നിപ്പ ആയാലും അതുപോലെ തന്നെ മറ്റേ പ്രളയമായാലും ഉഷാറായിരുന്നു. പക്ഷെ രണ്ടാമത്തെ 5 വർഷത്തിൽ ഒരു പരാജയമായിരുന്നു. വാതിലില്ല വാതിലിൽ കാതോർത്തു നീന്നില്ലേ, പാതിയിൽ പാടാത്തൊര തേനുരുടും വിശലായി ഞാൻ. വാതിലില്ല വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, പാതിയിൽ പാടാത്തൊര തേനൂരിടും വിശലായി ഞാൻ. ചെഞ്ചുണ്ടിൽ 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 ചേർന്നു, ചെഞ്ചുണ്ടിൽ 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 ചേർന്നു. അപ്പോൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താ എല്ലാവരും കൂടി പറയാനുള്ളത്? പലരും പല രീതിയിലും ജനങ്ങളൊക്കെ വളരെയധികം കഷ്ടത്തിലാണെന്നാണ് പൊതുവെ അറിയാൻ പറ്റുന്നത്. ഭരണം മാറ്റം തന്നെ വരണം. ഇനിയും നിന്നാൽ ഇനിയും നമ്മുടെ കേരളത്തിൽ കട്ടുപിടിപ്പിക്കാനൊന്നുമില്ല. ഇത്രയും നാൾ കട്ടുപിടിച്ച് പോരെ, ഇനിയും വേണം. ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർക്കിടയിൽ തന്നെ ഒരു ഇലക്ഷൻ വെക്കേണ്ടി വരും. ആരാണ് മുഖ്യമന്ത്രി ആകാൻ പോവാന്നുള്ളത് തിരിയാൻ വേണ്ടിയിട്ട്. പൊതുബോധത്തിനപ്പുറം കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടെ തിരിച്ചറിവോടുകൂടിയാണ് ഈ യുവ വിദ്യാർത്ഥികൾ വോട്ട് ചെയ്യാനൊരുങ്ങുന്നത്. കൽപ്പറ്റ NMSM കോളേജിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.